നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് KSKTU മാർച്ച് സംഘടിപ്പിക്കുന്നു. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, അന്യായമായ തരം മാറ്റം റദ്ദു ചെയ്യുക, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTU പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 1 പൊന്നാനി താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രകടനം ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിഷേധ പൊതുയോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി രമേശൻ ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന മാർച്ച് മാസം 1 തീയതി ശനിയാഴ്ച കേരളത്തിലെ മുഴുവൻ താലൂക്ക് ഓഫീസുകളിലേക്കും യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പൊന്നാനിയിൽ മാർച്ച് 1 തീയതി ചന്തപ്പടിയിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത്. മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് യൂണിയൻ്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഹോ വി രമേശനാണ്. രമേശൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ മാർച്ചിൽ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഗവൺമെൻറ് മുൻപാകെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, നെൽവയൽ സംരക്ഷണം പട്ടയ സമരം എന്നാണ് മുദ്രാവാക്യം സമരത്തിൻ്റെ. നെൽവയൽ സംരക്ഷണ നിയമം കർശനമാക്കുക, തരം മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ തരിശിടുന്നൊരു പ്രവണത വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അതിൽ നിയമപരമായി ഇടപെട്ട് തരിച്ച് ഇടുന്ന ഭൂമിയെ സംബന്ധിച്ച് ശരിയായ തീരുമാനമെടുത്ത് പോവുക. അന്യായമായ തരംതിരിക്കലുണ്ട്, ആവശ്യങ്ങളൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ ആകെ ബോർഡ് വയ്ക്കുന്നുണ്ട്, തരം മാറ്റുന്നു എന്ന് പറയപ്പെടുന്നത്. അപ്പം അതിൽ വലിയൊരു ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ കൊണ്ടുവരിക, അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുക. ഇപ്പം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏകദേശം 3 ലക്ഷത്തിൽ ചില്ലാൻ വരുന്ന പട്ടയം കൊടുത്തിട്ടുണ്ട്. യൂണിയൻ്റെ നേതൃത്വത്തിൽ ജനുവരി മാസം പൂർണ്ണമായി എല്ലാ നമ്മുടെ ഉന്നതികളിലും നമ്മുടെ യൂണിയൻ്റെ പ്രവർത്തകന്മാർ കയറുകയുണ്ടായി. അങ്ങനെ കയറിയപ്പം നമുക്ക് ബോധ്യപ്പെട്ട കുറേ ന്യൂനതകളുണ്ട് പട്ടയത്തിൻ്റെ മേഖലയിൽ. അതുപോലെ തന്നെ ഇരട്ട വീടുകളുടെ വിഷയം ഉൾപ്പെടെയുള്ള സാമൂഹ്യമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് മാർച്ച് 1 തീയതി ഇത്തരത്തിലുള്ളൊരു സമരത്തിലേക്ക് നമ്മൾ പോകാൻ കാരണം. പ്രധാനമായും ഇത്രയും ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനും ഇതിൻ്റെ ആകെയുള്ളൊരു മെമ്മോറാണ്ടം വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തുകൊണ്ട് സമരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം S. സുജിത്, K. ഗോപിദാസ്, മോഹനൻ കുറ്റേരി തുടങ്ങിയവർ സംസാരിച്ചു. ചില നോട്ടങ്ങൾ പറയാം.